മഞ്ചേരി ടു മൈസൂര് വരെ പോയിട്ട് ഇതുവരെ എത്തിയില്ല എന്ന് ആരും വിചാരിക്കും. കുറച്ച് ദിവസം അങ്ങനെ ഓരോരോ പ്രശ്നമായിട്ട് പോയി. ഞാൻ റെഗുലർ ആയിട്ട് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ഇടണം എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അതങ്ങനെയാണല്ലോ. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഹോട്ടലൊക്കെ എടുത്ത് രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ നേരെ ഹോസ്റ്റലിന്റെ അങ്ങോട്ട് പിടിച്ച് ആളെങ്ങനെ ബസ് ഇറങ്ങുന്നത് എവിടെ ഏകദേശം നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല ഇനി നമ്മള് വലിയ ടെൻഷൻ പറഞ്ഞാൽ ആൾ എങ്ങനത്തെ ആളാവും, എക്സ്പ്രസീവ് ആവോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ആയിരുന്നു. അതുവരെ പോയിട്ട് നല്ല എക്സ്പ്രഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു സങ്കടമാണല്ലോ. എക്സ്പ്രഷനൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്കൊരു ഹാപ്പി ഉണ്ടാവും. അതിന്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ അങ്ങനെ നമ്മൾ അവിടെ പോയി സെറ്റ് ആക്കി. പ്ലേസിന്റെ കാര്യത്തിൽ നമ്മൾ പക്ക നമുക്കൊരു സേവ് ദ ഡേറ്റ് എടുക്കാണ്ട്. അപ്പൊ ഗാർഡൻ പോയി വരാനൊക്കെ ടൈം ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ പണി വേണമല്ലോ. നമ്മൾ നേരെ ഗാർഡനിൽ പോയി നല്ല അടിപൊളി ഒരു സേവ് ദ ഡേറ്റ് ഒക്കെ എടുത്തു. അങ്ങനെ ആള് വരാനുള്ള നേരത്തെ നമ്മൾ വേഗം ഹോസ്റ്റലിൽ പോയി ഒന്നും കൂടി, അതായത് 2-3 പ്രാവശ്യം നമ്മൾ ഹോസ്റ്റലിൽ അങ്ങോട്ട് പോയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KL വണ്ടി 2-3 പ്രാവശ്യം അതും ഗേൾസ് ഹോസ്റ്റലിന്റെ അവിടെ വന്നു പോകണോണ്ട് തന്നെ അവിടുത്തെ ഗാർഡൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മളോട് ഗാർഡൻ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. ആള് പറഞ്ഞു നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, ആള് മലയാളിയാണ്, പക്ഷെ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ ഇങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല. ടെൻഷൻ ഉണ്ട്, അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ട്. നമുക്ക് എന്തായി എന്നുള്ളത് നെക്സ്റ്റ് പാട്ട് കാണാം കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ.